الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. إن إبراهيم كان أمة قانتا لله حنيفا ولم يك من المشركين، شاكرا لأنعمه اجتباه وهداه إلى صراط مستقيم. اتقوا الله عباد الله، ഊസിക്കും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. അള്ളാഹുവിന്റെ അതിഥികളായ ഹാജിമാരെ സ്വീകരിക്കാനായി മക്കയും പരിസരങ്ങളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. മുസ്ലിം ലോകത്തിന്റെ കണ്ണും കാതും ഹൃദയവും ഇപ്പോൾ ഈ അനുഗ്രഹീതമായ പ്രദേശങ്ങളിലാണ്. അള്ളാഹുവിന്റെ അതിഥികളുടെ ഈ കൂടിച്ചേരലിലാണ് ഓരോ രാജ്യത്തു നിന്നും മക്കയിലേക്ക് എത്തിയ വിശ്വാസികളുടെ പ്രാർത്ഥനയിലാണ് അൽഹംദുലില്ലാഹ് നാം പ്രതീക്ഷ അർപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ള മുസ്ലിങ്ങൾ ആദർശ പിതാവായ അബുൽ അംബിയ ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തെ വീണ്ടും ഓർമ്മിക്കുകയാണ്. മക്കയും പരിസരവും നമ്മൾ പരിശോധിച്ചാൽ, പരിശുദ്ധ മക്കയും ആ മക്കയുടെ പരിസരവും നമ്മൾ പരിശോധിച്ചാൽ, 3 നബിമാരാൽ അവരുടെ ഓർമ്മകളാൽ നിറഞ്ഞു നിൽക്കുന്ന ലോകമാണ്. അബുൽ അംബിയ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, നബിയും റസൂലുമായ അദ്ദേഹത്തിന്റെ പുത്രൻ ഇസ്മാഈൽ അലൈഹി സ്വലാത്തു വസ്സലാം വർഷങ്ങൾ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്കിപ്പുറം മക്കയിൽ പൂജാതരായ ഖലീലുല്ലാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 നബിമാരുടെ ചരിത്ര സ്മരണകൾ ഇഴചേർന്ന പുണ്യഭൂമി. അല്ലാഹു അക്ബർ. പ്രിയമുള്ളവർ, ആരാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം? വിശുദ്ധ ഖുർആനിലെ 19-ാം അധ്യായം സൂറത്ത് മറിയമിന്റെ 41-ാമത്തെ ആയത്തിൽ കാണാം, വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. കിതാബിൽ ഇബ്രാഹിമിനെ പറ്റിയുള്ള വിവരം നീ പറഞ്ഞു കൊടുക്ക നബിയേ. ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. തീർച്ചയായിട്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സത്യസന്ധനും പ്രവാചകനുമായിരുന്നു, സിദ്ദീഖും നബിയുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. പ്രിയമുള്ളവരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിൻപറ്റിയതും ലോക ജനതയെ പരിശീലിപ്പിച്ചതും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാർഗമാണ്, ജീവിതമാണ്, മില്ലത്താണ്, മൻഹജാണ്. സകല നബിമാരും ദഅവത്ത് നടത്തിയത് ഒരേ മില്ലത്ത് തന്നെയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ പഠിക്കുന്നിടത്ത് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്, എല്ലാ നബിമാരുടെയും ആദർശത്തിന്റെ അടിസ്ഥാനം ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിലകൊണ്ടതും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിലാണ്. വിശുദ്ധ ഖുർആനിലെ 6-ാമത്തെ അധ്യായം സൂറത്ത് അൻആമിന്റെ 161-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം ദീനൻ ഖിയമൻ മില്ലത ഇബ്രാഹിം ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ. പറയുക നബിയേ,
എന്റെ റബ്ബെന്നെ നേരായ പാതയിലേക്ക് നയിച്ചിരിക്കുന്നു എന്നാണ്. മഹാനായ ഇമാം മുഖാത്തിൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇലാ സിറാത്തി മുസ്തഖീം എന്ന് പറഞ്ഞാൽ അതിന് തഫ്സീർ നൽകിയത് യഅനി അൽ ഇസ്ലാം, അല്ലാഹു തആല ഇസ്ലാമിലേക്ക് നയിച്ചിരിക്കുന്നു എന്നാണ്. ഏതാണത്? ദീനൻ ഖിയമൻ, ദുനിയാവിലും ആഖിറത്തിലും വക്രതയില്ലാത്ത ഹൃജുവായ ചൊവ്വായ സിറാത്തുൽ മുസ്തഖീം. അത് ആരുടെ പാതയാണ്? മില്ലത ഇബ്രാഹിം ഹനീഫ, നേർമാർഗത്തിൽ ഹനീഫിയത്തിൽ നിലകൊണ്ട ഇബ്രാഹിമിന്റെ ആദർശത്തിലേക്ക്. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കുകളിൽ പെട്ടവനായിരുന്നില്ല എന്നാണ്. പ്രിയമുള്ളവരെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാർഗം അത് ഹൃജുവായതാണ്, ചൊവ്വായതാണ്, സിറാത്തുൽ മുസ്തഖീമാണ്. ആ മാർഗമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകർക്ക് കൈമാറിയത്. ആ മാർഗത്തിന്റെ പേരാണ് ദീനുൽ ഇസ്ലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകർക്ക് കൈമാറിയ ആദർശത്തിന്റെ പേരാണ് ദീനുൽ ഇസ്ലാം. വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസാ 125-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു. എന്താ റബ്ബ് പറഞ്ഞത്? വമൻ അഹ്സനു ദീനം മിമ്മൻ അസ്ലമ വജ്ഹഹു മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ വത്തബഅ മില്ലത ഇബ്രാഹീമ ഹനീഫ. സദ്വൃത്തനായിക്കൊണ്ട് തന്റെ മുഖത്ത് അള്ളാഹുവിന് കീഴ്പ്പെടുത്തുകയും നേർമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇബ്രാഹിമിന്റെ മാർഗം പിന്തുടരുകയും ചെയ്തവനേക്കാൾ ഉത്തമമായ മതത്തിന്റെ ആള് ആരുണ്ട് എന്ന് റബ്ബുൽ ഇസ്സത്ത് ചോദിക്കാം. എന്താ ചോദിക്കുന്നത്? സദ്വൃത്തനായി, സൽക്കർമ്മകാരിയായി, സച്ചരിതനായി, മുഹ്സിനായി തന്റെ മുഖത്തെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തുന്നവൻ. പിന്നെയോ നേർമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇബ്രാഹിമിന്റെ ആദർശത്തെ, മില്ലത്തിനെ പിൻപറ്റിയവൻ, അവനേക്കാൾ ഉത്തമനാരാണെന്ന് ഈ ആയത്തിന്റെ തഫ്സീറിൽ പ്രൈമറി തലത്തിൽ നമ്മൾ പഠിക്കുന്ന മുഖ്തസർ തഫ്സീർ പോലെ തഫ്സീർ മുയസ്സർ പോലെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ കാണാം. അത് ദീനിന്റെ കാര്യത്തിൽ കൂടുതൽ നല്ലവനായി ആരുണ്ടെന്നാണ്. ഉത്തമ മതക്കാരൻ ആരുണ്ട് എന്ന് ചോദിക്കുന്നതിന്റെ മഅന ദീനിന്റെ കാര്യത്തിൽ ഏറ്റവും നല്ലവനായി, കൂടുതൽ നല്ലവനായി ആരുണ്ട് എന്നാണ്. പ്രിയമുള്ളവരെ, എപ്പോഴും ഓർക്കേണ്ടുന്ന ഒരു ജീവിതമാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടേത്. എപ്പോഴും ആഗ്രഹിക്കേണ്ടുന്ന ഒരു ജീവിതമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടേത്. ഹജ്ജിലും ഉംറയിലും സഫാ മർവയിലും നമ്മള് ഹാജിമാർ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതമാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടേത്. അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ഒരു മുഅ്മിൻ തന്റെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കാറുണ്ട്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂൽ എപ്രകാരമായിരുന്നു എന്നറിയോ? ഇദാ അസ്ബഹ ഖാല, നേരം പുലരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്ന നിരവധി പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്. അതിപ്രകാരമാണ്: അസ്ബഹ്നാ അലാ ഫിത്രത്തിൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വഅലാ ദീനി നബിയിനാ മുഹമ്മദിൻ വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹിം ഹനീഫ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമെ ഓർത്തുകൊണ്ടുള്ളൊരു പ്രാർത്ഥന. എന്താ അവിടെ നബി പറയണത്? ഇസ്ലാമിന്റെ ഫിത്രത്ത് എന്ന ശുദ്ധ പ്രകൃതിയിലും അൽ ഇഖ്ലാസ് അഥവാ ഷഹാദത്ത് കലിമ എന്ന വചനത്തിലും നമ്മുടെ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിലും നമ്മുടെ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഹനീഫിയ അല്ലെങ്കിൽ ഹനഫിയ നേർമാർഗം ഉൾക്കൊണ്ടും ഞങ്ങൾ പ്രവാദത്തിൽ പ്രവേശിച്ചിരിക്കുന്ന. നേരം പുലരുന്നിടത്തൊരു മനുഷ്യന്റെ പ്രാർത്ഥനയിൽ അവൻ പറയുന്നത് ഇബ്രാഹിം നബിന്റെ മില്ലത്തിലായിക്കൊണ്ട് നേരം പുലർന്നിരിക്കുന്നു എന്നാണ്. യാ അല്ലാഹ്. എന്നിട്ടോ അദ്ദേഹം നേർമാർഗം കൊണ്ടൊരു മുസ്ലിമായിരുന്നു. അള്ളാഹു അല്ലാത്തവരെ ഇബാദത്തെടുക്കുന്നവനായിരുന്നില്ല, മുശ്രിക്കായിരുന്നില്ല എന്ന് പ്രാർത്ഥിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ കൊണ്ടത് പ്രാർത്ഥിപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഇബ്രാഹിം നബിയുടെ ആദർശത്തിലാണ്, മില്ലത്തിലാണ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു മുഅ്മിനിന്റെ ജീവിതം നേരം വെളുക്കുമ്പോൾ തുടങ്ങുന്നത് തന്നെ. നിങ്ങൾ ആലോചിക്ക്, നമ്മൾ അദ്ദേഹത്തെ ഓർക്കുന്ന എത്ര സന്ദർഭങ്ങൾ. 5 നേരം നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ നമ്മൾ അദ്ദേഹത്തെ ഓർക്കണം നിർബന്ധമായി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് വഅലാ ആലി ഇബ്രാഹീമ കമാ ബാറക്ത അലാ ഇബ്രാഹീമ. ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകളിൽ മുഴുവനും
ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമെ ഓർക്കുകയാണ്. പിന്തുടരപ്പെടാൻ അനുയോജ്യമായ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത്, മാതൃകാ ജീവിതം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതമാണ് ദീനുൽ ഇസ്ലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതമാണ് മുഹമ്മദ് നബി പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആലി ഇമ്രാൻ 95-ാമത്തെ ആയത്തിൽ കാണാം, ഖുൽ സദഖല്ലാഹ്, പറയുക നബിയെ, അല്ലാഹു സത്യം പറഞ്ഞിരിക്കുന്നു, ഫത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ, ആകയാൽ ശുദ്ധ മനസ്കനായ ഹനീഫിയത്തിൽ നിലകൊണ്ട ഇബ്രാഹിമിന്റെ മാർഗത്തെ നിങ്ങൾ പിൻപറ്റുക. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കുകളുടെ കൂട്ടത്തിലായിരുന്നില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളോട് പിന്തുടരാൻ കൽപ്പിക്കപ്പെട്ട മാർഗം ഇബ്രാഹിം നബിയുടെ മില്ലത്താണ്. ഈ ശബ്ദം കേൾക്കുന്നിടത്തുള്ള ഓരോ ആളുകളും മനസ്സിലാക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടും പിന്തുടരപ്പെടാൻ, ഫോളോ ചെയ്യാൻ, മാർഗമാക്കാൻ പഠിപ്പിക്കപ്പെട്ടത് ഇബ്രാഹിം നബിയുടെ മില്ലത്താണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമാണ്, നിഅമത്താണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഓരോ ഗുണങ്ങളും മുഅ്മിനുകളുടെ ജീവിതത്തിന് വല്ലാത്ത ആശ്വാസമാണ്. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിരവധി വിശേഷണങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനിലായി അള്ളാഹു തആല വിവരിക്കുന്നത് കാണാൻ പറ്റും. അതിലേറ്റവും പ്രധാനപ്പെട്ട ചിലത് മാത്രം ഈ ഖുത്ബയിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കാൻ. അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് 16-ാമത്തെ അധ്യായം സൂറത്തു അൻ-നഹ്ലിന്റെ 120-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, ഇന്ന ഇബ്രാഹിം, നിശ്ചയമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകുൻ മിനൽ മുശ്രിക്കീൻ. അദ്ദേഹം ആരായിരുന്നു? ഒരു ഉമ്മത്തായിരുന്നു. ഖാനിതൻ ലില്ലാഹ്, അല്ലാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന, അതുപോലെ ഹനീഫൻ, ഹനീഫിയത്തിൽ നിലകൊള്ളുന്ന ഒരാളായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് അല്ലാഹു തആല പറയാണ്. ഇവിടെ അല്ലാഹ് ആദ്യം പറഞ്ഞ വാക്കെന്തരങ്ങൾ, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ, നിശ്ചയമായി ഇബ്രാഹിം നബി അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഉമ്മത്ത് തന്നെയായിരുന്നു എന്ന് പറയുന്നതിനെ വിവരിക്കുന്നിടത്ത് അഹ്ലുസുന്നയുടെ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് കാണാം. വിശിഷ്യ ഇമാം വഹാഖ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ എന്നവരെ തൊട്ട് വിവരിക്കുന്നു, അന്നഹുൽ മുഅ്മിനു വഹ്ദഹു ഫി സമാനിഹി, ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തെ ഏക വിശ്വാസി അദ്ദേഹം മാത്രമായിരുന്നു. എത്രയോ വർഷങ്ങൾ ഒറ്റക്കാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം, അള്ളാഹുവിന്റെ വഹദാനിയത്ത്, തൗഹീദ്, അത് ഒറ്റക്ക് ഒരു സമൂഹത്തിന്റെ ചുറുചുറുക്കോടെയും ചങ്കുറപ്പോടെയും നിർവഹിച്ച മഹാവ്യക്തിത്വം. അത്ഭുതകരമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. ഉമ്മത്തൻ എന്ന് പറഞ്ഞതിനെ വിവരിക്കുന്നിടത്ത് പണ്ഡിതന്മാര്, ഇമാമിങ്ങൾ പറയുന്നത് കാണാം, അന്നഹു കാന ഇമാമൻ ഫിൽ ഖൈരി യുഖ്തദാ ബിഹി, അദ്ദേഹം നന്മയിൽ പിന്തുടരപ്പെടാവുന്ന ഒരു ഇമാമായിരുന്നു. ഖൈറിൽ, നന്മയിൽ, സ്വർഗത്തിന്റെ മാർഗത്തിൽ, ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്ന മാർഗത്തിൽ പിന്തുടരപ്പെടാൻ പറ്റുന്ന ഒരു ഇമാമായിരുന്നു. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അടക്കമുള്ള പണ്ഡിതന്മാർ അവരുടെ തഫ്സീറുകളിൽ ഇപ്രകാരം കൂടി കൊടുക്കുന്നത് കാണാം, ഉമ്മത്തൻ എന്ന് പറഞ്ഞാൽ ഐ മുഅ്മിനൻ വഹദ, മുഅ്മിനൻ വഹദ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ഏക വിശ്വാസി. ആളുകൾ അദ്ദേഹത്തെ പിൻപറ്റുന്ന കാലഘട്ടം വരെയും അദ്ദേഹം മാത്രമേ വിശ്വാസിയായിട്ടുണ്ടായിരുന്നുള്ളൂ. വന്നാസ കുല്ലുഹും ഇദ്ദാക കുഫാർ, ബാക്കിയുള്ളവര് മുഴുവനും കുഫറിലാണ്, ജനത മുഴുവനും കുഫറിലാണ്. അദ്ദേഹം മാത്രം ഒറ്റക്ക്, ഒരുമിച്ച്, ഒറ്റക്ക്. എന്നിട്ട് അള്ളാന്റെ ദീന് പറഞ്ഞു, ഒരാളെയും തൃപ്തിപ്പെടുത്താൻ തന്നില്ല, ഒരാളുടെയും മുഖപ്രസന്നത, ഒരാളുടെയും സർട്ടിഫിക്കറ്റ്, ഒരാളുടെയും അംഗീകാരം അദ്ദേഹം ആഗ്രഹിച്ചില്ല. ഒറ്റക്ക് അള്ളാന്റെ ദീന് പറഞ്ഞു. സുബ്ഹാനക. രണ്ടാമത്തെ ഒരു വിശേഷണം ഖാനിതൻ ലില്ലാഹ്, അള്ളാഹ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നവനാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ മുഴുവനും ശിരസ്സ വഹിക്കുകയും അവ നടപ്പാക്കുന്നതിൽ തികഞ്ഞ അനുസരണയോടെ പ്രവർത്തിക്കുകയും ചെയ്ത മഹാനാണ് അദ്ദേഹം. വല്ലാത്തൊരു അത്ഭുതമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച്. ഖാനിതൻ ലില്ലാഹ് എന്ന് പറഞ്ഞാൽ ഐ ഇന്നഹു കാന ദായിമത് ത്വാഅതി ലില്ലാഹി തആല അലാ കുല്ലി അഹ്വാലിഹി എന്നാണ് തഫ്സീറുകളിൽ കാണുന്നത്. തീർച്ചയായും എല്ലാ സന്ദർഭങ്ങളിലും, എല്ലാ അവസ്ഥകളിലും
അള്ളാഹുവിനെ വിനയപ്പെടുന്നതിൽ സമ്പൂർണ്ണ ശ്രദ്ധയുണ്ടായിരുന്ന ആളായിരുന്നു അദ്ദേഹം. അള്ളാഹ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നതിൽ, അത് ദുഃഖമാകട്ടെ, ദുരിതമാകട്ടെ, ആശ്വാസമാകട്ടെ, ആനന്ദമാകട്ടെ, സാമ്പത്തികമാകട്ടെ, പരാധീനതകളാകട്ടെ, ഏത് ഹാലിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും കാണാതെ അലാ കുല്ലി അഹ്യാനിഹി, ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹുവിനെ ഓർക്കുന്ന ആളായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മുടെ ഉമ്മുന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല പറയുന്നുണ്ട്. അതേപോലത്തെ ജീവിതം ഇബ്രാഹിം നബി അങ്ങനെ തന്നെ മുറിച്ചു വെച്ച ജീവിതമാണ് മുഹമ്മദ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവര് തമ്മിലുള്ള വല്ലാത്തൊരു സാമ്യത ഉണ്ട്. അല്ലാഹു തആല പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വിവരിക്കപ്പെട്ട രണ്ടുപേർ തമ്മിലുള്ള സാമ്യത. രൂപത്തിൽ സാമ്യതയുണ്ട്, സ്വഭാവത്തിൽ സാമ്യതയുണ്ട്, ആദർശത്തിൽ സാമ്യതയുണ്ട്, ആദർശ പ്രബോധന രംഗത്തിൽ സാമ്യതയുണ്ട്, പല വിഷയത്തിലും സാമ്യതയുണ്ട്. അല്ലാഹു അക്ബർ. അത്ഭുതമാണ്. അദ്ദേഹത്തിന്റെ ഖാനിത്തല്ലില്ല, അദ്ദേഹം അള്ളാനെ പൂർണ്ണമായി അനുസരിച്ച ആളാന്ന് മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ ആയത്ത് മതി. സൂറത്തു അൽ ബഖറ. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം, അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ റബ്ബ് പറഞ്ഞു അസ്ലിം, നീ കീഴൊതുങ്ങ്, മുസ്ലിമാക്. ഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാനിതാ റബ്ബുൽ ആലമീനായ അല്ലാഹുവിന് കീഴൊതുങ്ങിയിരിക്കുന്നു. ഐ ഖാനിത്തല്ലില്ല എന്ന് പറഞ്ഞാൽ, ഖാനിത്തല്ലില്ല എന്ന് പറഞ്ഞാൽ മുതീഅല്ലില്ല എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുമാ ഇതിന് തഫ്സീർ നൽകി. മുതീഅല്ലില്ല, അള്ളാഹനെ അനുസരിച്ച്, അള്ളാഹ്ക്ക് കീഴൊതുങ്ങി, അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിച്ച ഒരാൾ. ഇൽമു കൊണ്ടും അമല് കൊണ്ടും അള്ളാഹ്ക്ക് ഇബാദത്തെടുത്ത് തന്നെ ജീവിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു പ്രത്യേകത. ചില ആളുകള് ഇൽമില്ലാതെ അമല് ചെയ്യുന്നവരുണ്ട്, ചില ആൾക്കാര് ഇൽമുണ്ടാകും പക്ഷെ അമല് ചെയ്യാത്തവരുണ്ട്. എന്നാൽ ഇൽമും അമലും ഒരുമിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന മഹാൻ, ഇൽമും അമലും അനുസരിച്ച് അള്ളാഹ്ക്ക് ഇബാദത്തെടുത്ത ഒരാൾ. ദഅവത്തിലും ദീനി പഠനത്തിലും ഒക്കെ അദ്ദേഹം അത് കൃത്യമായി ഫോളോ ചെയ്തു. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ പഠിച്ച അത്ഭുതം തോന്നിപ്പോ. ഒരിക്കലും നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ പോലുമുള്ള യോഗ്യതയുണ്ട് എന്ന് തോന്നില്ല. അത്രത്തോളം ഉന്നതങ്ങളിൽ ഏതൊരു കാര്യവും സ്വന്തം ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം മാതൃകയാക്കിയത്. എന്തൊരു കാര്യവും ആളുകളോട് പറയുന്നതും സ്വന്തം ജീവിതത്തിനകത്തേക്ക് പകർത്തിയിട്ട് ഇന്ന് ഇല്ലാത്തത് അതുമാത്രമാണ്. അല്ലാഹു തആല നമ്മളെ കാക്കുമാറാകട്ടെ. സ്വന്തം ജീവിതത്തെയാണ് അദ്ദേഹം ലോകത്തിന്റെ മുന്നിൽ സമർപ്പിച്ചത്. നോക്കൂ നിങ്ങൾ, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫി ഇബ്രാഹീമ വല്ലദീന മഅഹ്. വിശുദ്ധ ഖുർആനിലെ 60-ാം അധ്യായം സൂറത്ത് തഗാബുനിന്റെ 4-ാമത്തെ ആയത്തിൽ കാണാം, നിങ്ങൾക്ക് ഇബ്രാഹീമിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലും ഉത്തമമായ ഒരു മാതൃക ഉണ്ടായിട്ടുണ്ട് എന്ന് റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് നൽകാൻ. രണ്ടാമത്തെ ഒരു പ്രത്യേകത ഖാനിത്തല്ലില്ല എന്നാണ്. മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ ഒരു വിശേഷണം, അദ്ദേഹം എന്തായിരുന്നു? ഹനീഫൻ. നമ്മൾ എപ്പോഴും കേൾക്കുന്ന പദമാണ് ഹനീഫൻ. ഹനീഫൻ മുസ്ലിമൻ എന്ന് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന പദമാണ്. എന്താണ് ഹനീഫ്? എന്താണ് ഹനീഫ് എന്ന് പറഞ്ഞാൽ? മലയാളത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല ഭാഷ, നേർവഴിയിൽ ചൊവ്വായ മാർഗത്തിൽ വളവും വക്രതയില്ലാത്ത ഋജുവായ മാർഗത്തിൽ നിലകൊണ്ടവനെന്നാണ്. അത് മലയാളത്തിന്റെ പരിമിതിയാണ്. ഈ അറബിയെ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ വാക്യത്തെ ഉൾക്കൊള്ളാൻ മാത്രമുള്ള പദസമ്പത്തില്ലാത്തൊരു ഭാഷയാണ് മലയാളം. സ്വാഭാവികമായും ഈ ഒരു ഹനീഫൻ എന്ന പദത്തെ കൃത്യമായി മനസ്സിലാക്കാൻ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഒരു വാചകം കൊടുക്കുന്നുണ്ട്. അൽ ഹനീഫ് എന്ന് പറഞ്ഞാൽ അൽ മുൻഹരിഫു ഖസ്ദൻ അൻ ശിർകി ഇല തൗഹീദ്, ശിർക്കിൽ നിന്ന് മനസ്സറിഞ്ഞു മാറുകയും തൗഹീദിലേക്ക് ചായുകയും ചെയ്തവൻ. ശിർക്കുമായി ഒരു നിലക്കുമുള്ള ബന്ധമില്ലാത്തവർ, ശിർക്കിന്റെ അടയാളങ്ങളോ ചിഹ്നങ്ങളോ ചെറുതോ വലുതോ ഒരിക്കലും ജീവിതത്തിന്റെ ചുറ്റുവട്ടത്ത് പോലും വരാൻ സമ്മതിക്കാത്തവൻ, തൗഹീദിൽ ഉറച്ചു നിൽക്കുന്നവൻ, അതാണ് അൽ ഹനീഫ്. അല്ലാഹു അക്ബർ. ഹനീഫ് നമ്മളെപ്പോഴും പറയുന്ന പദമാണ് ഹനീഫ്. ഇനി നോക്കൂ, നിങ്ങൾ വീണ്ടും കാണാം. ഹനീഫൻ എന്ന് പറഞ്ഞാൽ എന്താ? അന്നഹു കാന അലൈഹി സ്വലാത്തു വസ്സലാം മാഇലൻ അനി ശിർകി ഖസ്ദൻ ഇല തൗഹീദ്, ശിർക്കിൽ നിന്ന് പരിപൂർണമായി മാറി ആര്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ടോ തൗഹീദിൽ അടിയുറച്ച അവസ്ഥ. തൗഹീദിന്റെ ഇനങ്ങളിലോ തൗഹീദിന്റെ വകുപ്പുകളിലോ ഒരിടത്ത് പോലും ശിർക്ക് വരാതെ, ശിർക്ക് ചെറുതും വലുതും അതിന്റെ അടയാളങ്ങളും ഒന്നും ജീവിതത്തിൽ വരാതെ കാത്തു സൂക്ഷിച്ച മഹാൻ, അതാണ് ഹനീഫ്.
വല്ലാത്തൊരു അത്ഭുതമാണ്. ഞാൻ പറഞ്ഞില്ലേ, ആവർത്തിച്ച് പറയുന്നത് ആ വാക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ വാക്കുകളില്ലാത്തത് കൊണ്ടാണ്. അള്ളാഹ് പറഞ്ഞതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും നമ്മൾ വായിക്കുന്നിടത്ത് പോലും നമ്മൾ ആകെ അത്ഭുതപ്പെട്ടു പോകും. ഹനീഫൻ എന്ന് പറഞ്ഞാൽ ഇമാം മുഖാത്തിർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് മുഖ്ലിസുൻ അല്ലെങ്കിൽ മുഖ്ലിസൻ, ഖാലിസാക്കി അള്ളാഹ്ക്ക് മാത്രം തനിച്ചാക്കി ഇബാദത്ത് എടുത്തവനാണ്. അള്ളാന്റെ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞ എത്ര വ്യക്ത, ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറ السماوات والارض حنيفا وما انا من المشركين. സൂറത്ത് അൻആം 79-ാമത്തെ ആയത്ത്. തീർച്ചയായും ഞാൻ നേർമാർഗത്തിൽ ഹനീഫിയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്റെ മുഖം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവരിലേക്ക് തിരിച്ചിരിക്കുന്നു. ഞാൻ മുശ്രിക്കുകളിൽ പെട്ടവനെയല്ലെന്ന്, മുശ്രിക്കുകളിൽ പെട്ടവനെയല്ലെന്നാണ്. നോക്കൂ നിങ്ങൾ, വമാ കാന മിനൽ മുശ്രിക്കീൻ എന്ന് ഈ പറയുന്ന ഓരോ വാക്കിന്റെയും താഴെ കാണാം അദ്ദേഹം ആവർത്തിച്ച് പേർത്തും പറയാണ്, ഞാൻ മുശ്രിക്കുകളിൽ പെട്ടവനല്ല. ഞാൻ നിങ്ങളൊരിക്കേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഞാൻ മുസ്ലിമാണ്, ഞാൻ മുശ്രിക്കല്ല, ഞാൻ മുസ്ലിമാണ്, ഞാൻ മുശ്രിക്കല്ല എന്ന് ഇടക്കിടക്ക് പറഞ്ഞാൽ ചിലപ്പോ നമ്മളെ ആൾക്കാർ പറയും, എന്താ ചങ്ങായി സുഖല്ലെന്ന് ചോദിക്കും. അല്ലാഹു തആല അവന്റെ കിതാബിലെ ആവർത്തിച്ചിട്ട് ഇബ്രാഹിം നബിയെ കുറിച്ച് പറയും, ഇബ്രാഹിം നബി മുശ്രിക്കുകളിൽ പെട്ടവനായിരുന്നിട്ടില്ല എന്നാണ്. എന്തേ അങ്ങനെ പറയാൻ? ഉറങ്ങണുണ്ടോ? ആ ഉറങ്ങുന്ന ആൾക്കാരൊക്കെ തിരിഞ്ഞിരിക്കും, മക്കൾ നേരെ. ഞാൻ എന്നും പറയണം, സൊഫ് ശരിക്കും പള്ളിയിൽ വന്ന ചാരി ഇരിക്കുക, ഉറങ്ങുക, നമുക്ക് ജുമക്ക് പറ്റിയ സംഗതിയല്ല. അള്ളാഹു സഹായിക്കട്ടെ. നോക്കൂ നിങ്ങൾ, എന്നാൽ എന്തുകൊണ്ട് മുശ്രിക്കുകളിൽ പെട്ടവനല്ല എന്നിങ്ങനെ പറയണത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിൻ. മുശ്രിക്കുകളിൽപ്പെട്ടവർ ശിർക്കിന്റെ വരണ്ട ഭൂമിയിലേക്ക്, ശിർക്കിന്റെ വറ്റി വരണ്ട ഭൂമിയിലേക്ക്, ആ നരകത്തിന്റെ കുണ്ടിലേക്ക് എന്നും ഇബ്രാഹിം നബിയെ ചേർത്തി പറഞ്ഞവർ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ ആളുകളാണ് എന്ന് പറയാൻ ആഗ്രഹിച്ചവരുണ്ടായിട്ടുണ്ട്. ശിർക്കിന്റെ മൊത്ത കച്ചവടക്കാർ പോലും അന്നും ഇന്നും ഞങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാർഗത്തിലാണ് എന്ന് അവകാശപ്പെടുന്നവരാണ്. ഉദാഹരണം പറഞ്ഞാൽ മുശ്രിക്കുകൾ ഈ വാദം പറഞ്ഞവരാണ്. ഞങ്ങൾ ഇബ്രാഹിം നബിന്റെ ആൾക്കാരാണ്. അതുപോലെ തന്നെ അഹ്ലു കിതാബിൽപ്പെട്ട യഹൂദന്മാർ ഈ വാദം പറഞ്ഞവരാണ്. ഈ ആയത്ത് വരുന്നിടത്ത് പോലും അത്തരം ഒരു സബബ് നുസൂലുണ്ട്, അവതരണ പശ്ചാത്തലമുണ്ട്. അതുപോലെ നസ്വാറാക്കൾ നമ്മള് ഓരോ വഖത്തിലും ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് കൃത്യമായി ഉച്ചരിക്കുന്നത് ആ കൂട്ടത്തിലാക്കരുതേ, അവരിൽ പെടുത്തരുതേ എന്ന് പറയുന്നതിൽ ആരൊക്കെയുണ്ടോ അവരൊക്കെ അവകാശപ്പെട്ടു ഞങ്ങൾ ഇബ്രാഹിം നബിന്റെ മാർഗത്തിലാണ്. അല്ലാഹു മറുപടി പറഞ്ഞു, എന്ത്? മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വല നസ്റാനിയൻ, മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വല നസ്റാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. 4 കൂട്ടർ അവകാശപ്പെടാൻ ഇബ്രാഹിം നബി ഞങ്ങളാണ്. മുശ്രിക്കുകൾ പറഞ്ഞു ഞങ്ങളാണ്, യഹൂദന്മാർ പറഞ്ഞു ഞങ്ങളാണ്, നസാറാക്കൾ പറഞ്ഞു ഞങ്ങളാണ്, മുസ്ലിങ്ങൾ പറഞ്ഞു ഞങ്ങളാണ്. അല്ലാഹ് സർട്ടിഫിക്കറ്റ് നൽകി, അദ്ദേഹം മുസ്ലിമീങ്ങളുടെ ആളാണ്, അദ്ദേഹം യഹൂദനല്ല, അദ്ദേഹം നസ്രാനിയല്ല, അദ്ദേഹം മുശ്രിക്കുകളിൽ പെട്ടവനല്ല. പിന്നെയോ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ, അദ്ദേഹം നേർമാർഗത്തിൽ നിലകൊണ്ട മുസ്ലിമാണ്. എന്നാൽ അദ്ദേഹത്തോട് ഏറ്റവും അടുപ്പർക്കുള്ളത് അള്ളാഹ് വീണ്ടും ആയത്തിന്റെ തൊട്ടുതാഴെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 67 തൊട്ടുതാഴെ 68 പറഞ്ഞു, അദ്ദേഹത്തിന്റെ കാലത്തും അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷവും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരാണ് അദ്ദേഹത്തോട് ഏറ്റവും അടുത്തവർ. പിന്നെ മുഹമ്മദ് നബിയാണ്, പിന്നെ സ്വഹാബത്താണ്, പിന്നീട് ഖിയാമത്ത് നാൾ വരെ ആ മാർഗത്തിൽ ജീവിക്കുന്നവർ മുഴുവനും ഇബ്രാഹിം നബിയുടെ മാർഗത്തിലാണ്. ഇതൊരു സാധാരണ വാക്കല്ല പ്രിയമുള്ളവരെ, ഇതൊരു സാധാരണ വാക്കല്ല. എന്താ അല്ലാഹ് പറഞ്ഞറിയോ? ഇന്ന ഔലൻ നാസി ബി ഇബ്രാഹീമ ലല്ലദീന തബഉ വഹാദൻ നബിയ്യു വല്ലദീന ആമനൂ. തീർച്ചയായിട്ടും ജനങ്ങളിൽ, മനുഷ്യരിൽ ഇബ്രാഹീമിനോട് കൂടുതൽ അടുപ്പമുള്ളവർ അദ്ദേഹത്തെ പിന്തുടർന്നവരാണ്. ഒന്നാമത്തെ വിഭാഗത ആരാണ് അദ്ദേഹത്തെ പിന്തുടർന്നവർ? അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹത്തെ പിന്തുടർന്നവർ, അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷവും അദ്ദേഹത്തിന്റെ മൻഹജ് പിൻപറ്റിയവർ. പിന്നെ ആരാണ്? അള്ളാഹുവിന്റെ റസൂലാണ്. വഹാദൻ നബിയ്യു, പിന്നെ ഈ നബിയാണ്. ആരാണ് ഈ നബി? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
മുഹമ്മദ് നബിയാണ്. പിന്നെയോ വല്ലദീന ആമനു, നബിയിൽ വിശ്വസിച്ചവരുമാകുന്നു. ആരാണ് നബിയിൽ വിശ്വസിച്ചവർ? സ്വഹാബത്ത്, പിന്നെയോ താബിഈകൾ, പിന്നെയോ തബുൽ അത്ബാഇങ്ങൾ. ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു വാചകം ഈ സന്ദർഭത്തിൽ ഓർമ്മ വരുന്നത് പറയട്ടെ. മൂന്ന് കൂട്ടർ മാത്രമേ മുസ്ലിങ്ങളുള്ളൂ. ഒന്ന് മുഹാജിറുകളാണ്, രണ്ടാമത്തത് അൻസാറുകളാണ്, പിന്നെയോ വമൻ തബിഅഹു ബിഇഹ്സാൻ, അവരെ സുഹൃതം കൊണ്ട് പിൻപറ്റിയവർ. ഏതുവരെ? ഖിയാമത്ത് നാൾ വരെ. ഈ മൂന്ന് കൂട്ടർ മാത്രമേ മുസ്ലിങ്ങളുള്ളൂ എന്ന് അഹ്ലുസുന്നയുടെ ഇമാമായ ഇമാം ബഗവി റഹ്മത്തുള്ളാഹി പറഞ്ഞ വാചകം ഇവിടെയും കറക്റ്റാണ്. നോക്കൂ നിങ്ങൾ, നബിയിൽ വിശ്വസിച്ചവർ ആരാണ്? ഒന്നാമത്തെ തലമുറ സ്വഹാബത്താണ്. അവർ ഇബ്രാഹിം നബിന്റെ ആൾക്കാരാണ്. താബിഈകൾ ഇബ്രാഹിം നബിയുടെ ആൾക്കാരാണ്. തബൂൽ അത്ബാഇങ്ങൾ ഇബ്രാഹിം നബിയുടെ ആൾക്കാരാണ്. ഞാനും നിങ്ങളും ഇൻഷാ അല്ലാഹ് ഇബ്രാഹിം നബിയുടെ ആൾക്കാരാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഊസിക്കും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ളവരെ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സിഫത്തുകൾ, വിശേഷണങ്ങൾ, വർണ്ണനകൾ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയാം. കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മദ്ഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബിയുടെ മദ്ഹ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയാണ്. അതിലൊന്ന് ആ ആയത്തിന്റെ തൊട്ട് താഴെ കാണാം, ഷാക്കിറൻ ലിഅൻഉമിഹി. സൂറത്ത് അൻആമിന്റെ 121-ാമത്തെ ആയത്ത്. ഷാക്കിറൻ ലിഅൻഉമിഹി, അവന്റെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവരായിരുന്നു അദ്ദേഹം. ഈ ഷാക്കിറൻ ലിഅൻഉമിഹി എന്ന ആയത്തിനെ വിവരിക്കുന്നിടത്ത് ഇമാമിങ്ങളായ മുഫസ്സിരിങ്ങൾ പറഞ്ഞു, വ ഇബ്രാഹിമല്ലദി വഫാ, കടമകൾ നിറവേറ്റി ഇബ്രാഹിം. വിശുദ്ധ ഖുർആനിലെ 53-ാം അധ്യായത്തിന്റെ 37-ാമത്തെ ആയത്ത്. ഒരായത്തിന്റെ തഫ്സീർ മറ്റൊരായത്താണ്. വ ഇബ്രാഹിമല്ലദി വഫാ, കടമകൾ നിറവേറ്റി ഇബ്രാഹിം. ഈ ആയത്തിൽ വിവരിക്കുന്നിടത്ത് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞു, വ ഇബ്രാഹിമല്ലദി വഫാ എന്ന് പറഞ്ഞാൽ അതായത് ഫഖാമ ബിജമീഇൽ അവാമിരി വതറക ജമീഅൻ നവാഹി വബല്ലഗ الرسالة على التمام والكمال. കൽപ്പനകൾ മുഴുവനും അദ്ദേഹം ഉൾക്കൊണ്ടു. ഇബ്രാഹിം നബിയുടെ ജീവിതത്തിന്റെ ഒരു ഘട്ടം മുതൽ ഒരു ഘട്ടം വരെ, അദ്ദേഹത്തിന്റെ വഫാത്ത് വരെയും നിങ്ങൾ പരിശോധിക്കൂ, റബ്ബ് പറഞ്ഞ ഒരു വിഷയം പോലും അദ്ദേഹം എതിർത്തിട്ടില്ല. അള്ള കൽപ്പിക്കാൻ ഒരു കാര്യം പോലും അദ്ദേഹം മാറ്റിവെച്ചിട്ടില്ല. അള്ള അദ്ദേഹത്തോട് നിരോധിച്ച ഒന്നിൽ നിന്ന് പോലും അദ്ദേഹം ചെയ്തിട്ടില്ല. ആ പ്രവൃത്തിയും അദ്ദേഹം ചെയ്തിട്ടില്ല. അള്ളാഹുവിന്റെ കൽപ്പനകൾ മുഴുവനും ഉൾക്കൊള്ളുകയും വിരോധങ്ങളെ മുഴുവനും ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുകയും ചെയ്ത മഹാനാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. എത്രത്തോളം നിങ്ങൾ സമ്പൂർണവും പരിപൂർണവുമായി അദ്ദേഹം അത് എത്തിച്ചു കൊടുത്തുന്ന അള്ളാന്റെ ദീൻ അത് പഠിക്കുകയും ഉൾക്കൊള്ളുകയും അതങ്ങനെ തന്നെ എത്തിച്ചു കൊടുക്കുകയും ചെയ്ത മഹാൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ ഈ പറഞ്ഞ വിഷയത്തിന് നിരവധി ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. അതിലൊന്നാമത്തെ ഉദാഹരണം 2-ാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറ 124-ാമത്തെ ആയത്താണ്. വഇദ് ഇബ്തല ഇബ്രാഹിമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുൻ. ഈ കൂട്ടത്തിൽ ആരെങ്കിലും കുറച്ചൊരു അറബിയൊക്കെ തിരിയുന്നവരുണ്ടെങ്കിൽ ഫഅതമ്മഹുൻ എന്ന പദമൊന്ന് പരിശോധിച്ചുകൊണ്ടോ നമ്മൾ ജീവിതത്തിൽ ഇത്രയും അജബായി പോണൊരു വാക്ക് വേറെ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു വാക്കാണത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ അദ്ദേഹത്തിന്റെ റബ്ബ് ചില കൽപ്പനകൾ കൊണ്ട് പരീക്ഷിക്കുകയും അദ്ദേഹം അത് നിറവേറ്റുകയും ചെയ്ത കാര്യമാണ്. അതായത് എന്താണ് അദ്ദേഹത്തെ അല്ലാഹു പരീക്ഷിച്ചെന്നറിയോ? അഹ്ലുസുന്നയുടെ മുഫസ്സിറുകൾ മുഴുവനും പഠിപ്പിക്കുന്നിടത്ത് നമ്മൾക്ക് കാണാൻ പറ്റും, വിധികളും നിയമങ്ങളുമാകുന്ന കൽപ്പനകൾ കൊണ്ട് പരീക്ഷിച്ചു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തൊബരിയൊക്കെ ഉദ്ധരിക്കുന്ന ചില സംഭവങ്ങൾ 40-ലധികം വിഷയങ്ങൾ കൊണ്ട് പരീക്ഷിച്ചു. അതില് അദ്ദേഹത്തിന്റെ ശാരീരികമായ താടി, മുടി, വസ്ത്രധാരണം മുതൽ പലതും അതിനകത്തുണ്ട്. അള്ളാഹു പരീക്ഷണം, ആ പരീക്ഷണത്തിലൊക്കെ അദ്ദേഹം വിജയിച്ചു. പരീക്ഷണങ്ങളുടെ ഒരു തീച്ചൂളയിലൂടെയാണ് ഇബ്രാഹിം നബിയുടെ പ്രബോധന ജീവിതം കടന്നുപോയത്. വീടും നാടും ഭരണാധികാരികളും ആദർശത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചപ്പോഴും നിരാശ ബാധിക്കാത്ത ഒരു നേതാവിനെ, ഒരു ദാഇയെ, ഒരു പ്രബോധകനെയാണ് നമ്മൾ ഇബ്രാഹിം നബിയിൽ കാണുന്നത്.
ശരിക്കും നിങ്ങൾ ആലോചിച്ചൊക്കെ വീടും നാടൊക്കെതിരായ നമുക്കൊക്കെ ഒരു തരം നിരാശ ഉണ്ടാവും. ഇവിടെ ഞാൻ വീട് അനുകൂലമായാലും നാട്ടുകാരെതിരായാൽ മതി, എന്നാൽ തന്നെ നിരാശയായിരിക്കും. നമ്മൾ ഇത്ര പറഞ്ഞിട്ട് എന്തേ പോലെ. എന്നാല് നമുക്കൊക്കെ മനസ്സ് മടുക്കും, പിന്തിരിയും. എന്നാൽ ഇബ്രാഹിം നബി ഒരിക്കലും പിന്തിരിഞ്ഞില്ല. ചരിത്രങ്ങളൊക്കെ കാണാൻ അദ്ദേഹത്തെ തീച്ചൂളയിൽ ഇടാൻ വേണ്ടി അവർ തയ്യാറായി തീരുമാനിച്ചു. അത് ആയത്തുകൊണ്ട് സ്ഥിരപ്പെട്ട കാര്യം, ഹദീസുകൊണ്ട് സ്ഥിരപ്പെട്ട കാര്യം. അതിനെ വിശദീകരിക്കുന്നത് ചില ചരിത്രങ്ങൾ കാണാം. ഓരോ വീട്ടിൽ നിന്നും, മുശ്രിക്കുകളുടെ ഓരോ വീട്ടിൽ നിന്നും ഓരോ വിറകുകൊള്ളികൾ അവർ നേർച്ചയാക്കി. ഒരു വീട്ടുകാരും അതിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. അങ്ങനെ എല്ലാ നേർച്ച വിറകുകളും കൊണ്ടുവന്ന് കൂട്ടിട്ടു. അതാണ് ഒരു തീക്കുണ്ടാരമാക്കിയത്. ആ തീക്കുണ്ടാരത്തിലേക്കാണ് ഇബ്രാഹിം നബിയെ വലിച്ചെറിയുന്നത്. നോക്കൂ നിങ്ങൾ, ജനത മുഴുവനെതിരാണ്. വീട്ടിലെ ബാപ്പെതിരാണ്, പുറത്തിറങ്ങിയ നാട്ടുകാരെതിരാണ്, ഭരണാധികാരികളും എതിരാണ്. ഇവിടെ നമുക്ക് പറയാം, ഇനിയിപ്പോ എന്തായാലും പഞ്ചായത്തിലല്ല ലോകസഭയിലൊക്കെ ഒന്ന് കട്ടക്കെട്ടൊക്കെ നിൽക്കാളൊരു പ്രതിപക്ഷങ്ങളിൽ ഉണ്ടെന്നൊക്കെ ഇപ്പൊ ഗീർവാണൊക്കെ മുഴക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ പോലും ഇതൊന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, വീട്ടിൽ നിന്ന് പുറത്താക്കി നാട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. ആ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന രീതിയാണ് കൊന്നുകളെന്ന്, കാലു ഹരിക്കൂന്ന, ചുട്ടരിച്ച് കളയവനെ. ഇനി ഇവിടെ വെക്കാൻ പറ്റൂല, ഓനഞ്ഞി വിട്ടാൻ പറ്റൂല, ചുട്ടരിച്ച് കളയണം. ഞാനുങ്ങളൊക്കെ എന്നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാല് സ്വീകരിക്കാൻ ആൾക്കാരുണ്ടാവും, പള്ളി കമ്മിറ്റിക്കാരുണ്ടാവും. ഈ സംഘടനയിൽ നിന്ന് കഴിഞ്ഞാൽ മറ്റേ സംഘടനക്കാരുണ്ടാവും, ഈ സംഘടനയിൽ നിന്ന് കഴിഞ്ഞാൽ വേറെ സംഘടനക്കാരുണ്ടാവും. എന്നങ്ങൾ ആലോചിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാൽ സ്വീകരിക്കാൻ ഏത് കമ്മിറ്റിയാണെന്നുള്ളത്, ഏത് സംഘടനയുള്ളത്? ഒരാളില്ല. അല്ലാഹ്, തവക്കുലിന്റെ തദ്ഹിയ്യത്തിന്റെ ജീവിതം, തദ്ഹിയ്യ, അതിൽ നിന്നാണ് ഉദ്ഹിയ്യ ഉണ്ടായത്. വല്ലാത്ത അത്ഭുതം. അല്ലാഹു തആല ആ അത്ഭുതകരമാകുന്ന ജീവിതത്തെ വിശുദ്ധ ഖുർആനിലൂടെ മുഴുവൻ നമുക്ക് പഠിപ്പിച്ചു. എല്ലായിടത്തും അദ്ദേഹം വിജയിച്ചു, ഒരിടത്തു പോലും പരാജയപ്പെട്ടില്ല. തീഷ്ണമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു നിമിഷത്തിലും അദ്ദേഹം പരാജയപ്പെട്ടില്ല, പിറുപിറുത്തില്ല, വെറുത്തില്ല, നിരാശപ്പെട്ടില്ല. എല്ലാം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന പരീക്ഷണങ്ങളൊക്കെ അദ്ദേഹം അള്ളാഹുവിലേക്ക് ഒരു ഇബാദത്താക്കി മാറ്റി. പക്ഷെ നമ്മളൊക്കെ ജീവിതത്തിൽ വരുന്ന പല പരീക്ഷണങ്ങളും നമ്മൾ അള്ളാഹിന്റെ ഖലാ ഖദറിനെ നിഷേധിക്കാനുള്ളൊരു മാർഗമാക്കിയിട്ട്, എനിക്ക് മാത്രം എന്താ റബ്ബ് എങ്ങനത്തെ ഒരു ഇടങ്ങേറ് എന്ന് ചോദിക്കുന്നിടത്തേക്ക് പോലും നിസ്കരിക്കുന്ന, നിസ്കാരത്തഴമ്പുള്ള ആളുകൾ പോലും മാറിയൊരു കാലഘട്ടത്തിലാണ് നഊദു ബില്ലാഹ് ഇബ്രാഹിം നബിയുടെ ചരിത്രത്തെ നമ്മൾ ഓർക്കുന്നത്, ജീവിതത്തെ ഓർക്കുന്നത്. ഇബ്രാഹിം നബിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവർ, അതാണ് ദീനുൽ ഇസ്ലാം. അതാണ് ഇബ്രാഹിം നബിയുടെ ജീവിതം. അല്ലാഹു അക്ബർ കബീറ. സന്ദർഭികമായിട്ട് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തും. ബാക്കി ഇൻഷാ അല്ലാഹ് ഇബ്രാഹിം നബിയുടെ മാർഗം അത് നമുക്ക് അടുത്തൊരു ഖുതുബയിലേക്ക് കൂടി സൂചിപ്പിക്കാം. സന്ദർഭമായത്തിൽ ഒരു കാര്യം, അള്ളാഹുവിന്റെ ദീനീ ചിഹ്നങ്ങൾ ഒത്തുചേർന്ന ഒരു ഇബാദത്താണ് ശരിക്കും ഹജ്ജ് എന്ന് പറഞ്ഞത്. നമ്മളിപ്പോ ആളുകളൊക്കെ ഹജ്ജിന് പോയവരുണ്ട്, ഹജ്ജിന് പോയ ആളുകൾ ഇങ്ങോട്ട് വിളിക്കാറുണ്ട്, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് മെസ്സേജ് വിടാറുണ്ട്, എങ്ങനെയുണ്ട് ഖൈറല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ആ പോയ ആൾക്കാരും ഇവിടെ ഇരിക്കുന്ന ആൾക്കാരും ഇനി പോകാനുള്ളവരും പോയി വന്നവരും ഒക്കെ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹുവിന്റെ ശിആറുകൾ ശരിക്ക് ഒത്തുചേർന്ന ഒന്നാണ് ഹജ്ജ്. വിശിഷ്യ ദീന് പൂർത്തീകരിച്ചു എന്ന ആയത്തിറങ്ങിയ വിശുദ്ധമായ അറഫയിലാണ് ഇൻഷാ അല്ലാഹ് ഹാജിമാര് ചെന്ന് ചേരാണത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് തുടങ്ങുന്ന ആയത്തതാണ്. നോക്കൂ നിങ്ങള്, വിശുദ്ധ ഖുർആനിൽ കാണാം വൽ യൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ്. എപ്പോഴും നമ്മൾ ഓതിപ്പോണ ഒരു ആയത്താണ്. ഇവിടെ ഇരിക്കുന്ന പല കുട്ടികൾക്കും ഹിഫ്ളുള്ള ആയത്താണ്, പലർക്കും ഹിഫ്ളുള്ള ആയത്താണ്. ഈ ആയത്തിന്റെ മായന എന്താ ശരിക്ക്? വൽ യൗമിൽ മൗഊദ് എന്ന് പറഞ്ഞാൽ വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം തന്നെയാണ് സത്യം. വശാഹിദിൻ വമശ്ഹൂദ്, സാക്ഷ്യം വഹിക്കപ്പെടുന്ന കാര്യവും തന്നെയാണ് സത്യം. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീത്തുണ്ട്. അല്ലാമ അൽബാനി റഹ്മഹുല്ലാഹ് ഹസനാണ് എന്ന് ഹുക്കം കൊടുത്ത ഹദീത്താണ്. അതിനകത്ത് കാണാം അൽ യൗമുൽ മൗഊദ് എന്ന് പറഞ്ഞാൽ യൗമുൽ ഖിയാമ, യൗമുൽ ഖിയാമ. എന്നാൽ വൽ യൗമുൽ മശ്ഹൂദ് എന്ന് പറഞ്ഞാൽ എന്താ? യൗമു അറഫ, യൗമു അറഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിന് വിശദീകരണം പറയാം. യൗമു അറഫ വശാഹിദ്, വശാഹിദിൻ വമശ്ഹൂദ് എന്ന് പറഞ്ഞില്ലേ? വശാഹിദ്, ഷാഹിദ് എന്ന് പറഞ്ഞാൽ എന്താ? യൗമുൽ ജുമുഅ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്ന, ശ്രദ്ധിക്കാതെ പോകുന്ന നിരവധി കാര്യങ്ങൾ. അതുപോലെ വരാനിരിക്കുന്ന അറഫയുടെ പ്രാധാന്യത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നത്
ഒരു വാചനം കാണാം വിശുദ്ധ ഖുർആനിൽ, വശഫ്ഇ വൽ വത്ർ, ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം എന്നതിനെ വിവരിക്കുന്നിടത്ത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ അവിടുന്ന് പറഞ്ഞു, അശ്ശഫ് എന്ന് പറഞ്ഞാൽ യൗമുൽ അദ്ഹ, ഉദ്ഹിയ്യത്തിന്റെ ദിവസമാണ്. വൽ വിത്ർ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടതെന്ന് പറഞ്ഞാൽ യൗമു അറഫ, യൗമു അറഫ. പ്രിയമുള്ളവരെ, അത്തരം മഹത്തായ ദിവസങ്ങളുള്ള വിശുദ്ധമായ ദുൽഹജ്ജിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാസത്തെയും ആ മാസത്തിലെ കർമ്മങ്ങളെയൊക്കെ ശരിക്കും മനസ്സിലാക്കി ഏറ്റവും അധികം നമ്മൾ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ ഇബാദത്തുകളിലൊക്കെ നമ്മൾ ഓർക്കുന്ന ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ആ ജീവിതം സ്വന്തം ജീവിതമാക്കി മാറ്റിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അള്ളാഹുവിന് തൃപ്തികരമായ ഒരു ജീവിതം നയിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്താൻ അള്ളാഹു തആല നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു തആല നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു തആല ഫലസ്തീനിൽ അവിടുത്തെ അഹലുകാർക്ക് അള്ളാഹു സമാധാനം ചൊരിയുമാറാകട്ടെ. اللهم ارحمهم فلسطين، اللهم انصرهم فلسطين، اللهم اغفر لهم فلسطين، اللهم اعز الاسلام والمسلمين واذل الشرك والمشركين، اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين ولذكر الله أكبر والله يعلم ما تصنعون.